ഹായ് മക്കളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ്. ഓക്കെ, സന്തോഷകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമിൻ്റെ ഇടയിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. ചില എക്സാമിന് ശേഷം 6 ദിവസം വരെ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം ടേബിൾ നോക്കാം. പഠിക്കാൻ സമയമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞതാണ് നമ്മളിവിടെ ഉണ്ട്. സോ നമുക്ക് അടിപൊളിയായിട്ട് 9ാം ക്ലാസ് എക്സാം എന്ത് ചെയ്യാം, സെറ്റാക്കി എടുക്കാം. 10ാം ക്ലാസ്സിലേക്ക് വരണ്ടേ, അപ്പോൾ ഇത് പാസ്സാവണ്ടേ? പാസ്സാവുമ്പോഴൊന്നുമില്ല സാറേ, നല്ല മാർക്കോടുകൂടി പാസ്സാവണം. സോ നമുക്ക് ടൈം ടേബിളിലേക്ക് വരാം. മാർച്ച് 1 എക്സാം തുടങ്ങുന്നത്. ഓക്കെ, അതേപോലെ മാർച്ച് 27 എക്സാം അവസാനിക്കും. അപ്പോൾ നിങ്ങൾ സംശയം, അല്ല ആകെ 9 സബ്ജക്റ്റ് 10 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ, പക്ഷെ 27 വരെ? അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ SSLC എക്സാം ഇല്ലേ, അന്നും നിങ്ങൾക്ക് എക്സാം ഇല്ല. ഈ ലോട്ടറി അടിച്ചല്ലേ? യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ 1-ാം തീയതി മലയാളം ഫസ്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം 5-ാം തീയതിയാണ് എക്സാം. ഏതാണ്? മലയാളം സെക്കൻഡ്. തീർന്നില്ല. 7-ാം തീയതി ഇംഗ്ലീഷ്, അതേപോലെ 14-ാം തീയതി ഹിന്ദി. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് പിന്നെ 7ാമത്തെ ദിവസം, അതായത് 6 ദിവസം പിന്നെ അവധിയാണ്. ഓക്കെ, അതിനുശേഷമാണ് ഹിന്ദി വരുന്നത്. ഇപ്പൊ ഹിന്ദി പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. ദെൻ 16-ാം തീയതി നമുക്ക് എന്താണ്, സോഷ്യൽ സയൻസ് ആണ്. 19-ാം തീയതി നമ്മുടെ കെമിസ്ട്രി ആണ്. 21-ന് മാത്തമാറ്റിക്സ്, 23-ന് ഫിസിക്സ്, 26-ന് വർക്ക് എക്സ്പീരിയൻസ്, അതേപോലെ 27-ന് ബയോളജി കൂടി നമ്മുടെ ആ ഒരു 9ാം ക്ലാസ്സിലെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. സോ മക്കളെ, സ്റ്റേ ട്യൂൺഡ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സ്റ്റഡി പ്ലാൻ ഉടനടി വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മളെ കൂടുതൽ നിൽക്കുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ബുക്കുകളൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങുക. ഈ ടൈം ടേബിൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ കൂട്ടിലേക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ക്ലാസ് ഗ്രൂപ്പിൽ സെറ്റ് ആക്കി കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാം. ബൈ.